ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ തുള്ളി കളിച്ച് പോണത് എങ്ങനെയാണെന്നറിയോ? കാടാമ്പുഴയ്ക്കാണ് കേട്ടോ. കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോകണം എന്ന് ഞങ്ങൾ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കല്യാണം കഴിയുന്നതിന് മുമ്പെയാണ് ഇതിന് മുന്നേ പോയിട്ടുള്ളത്. അപ്പോൾ 8-9 കൊല്ലമായി നമ്മൾ പോയിട്ട്. അപ്പോൾ ഒന്ന് പോകാൻ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും എണീക്കാൻ വൈകിയത് കാരണം ഞങ്ങൾ 8 മണിയോളമായി. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ 8:30 ആവാറായി. അപ്പോൾ അവിടെ എത്തുമ്പോൾ 12 മണി വരെയാണ് ഉച്ച വരെ ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 3:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യണത് അമ്പലം. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളുടെ അടുത്തുനിന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ പോകുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഓട്ടോയ്ക്ക് വിളിക്കണം, നേരം വഴുകി എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഫോൺ കട്ടാക്കണതിന് മുന്നേ ആളെത്തി. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് മഞ്ഞ സമയത്തൊക്കെ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി. ഇവിടുന്ന് നേരെ കാടാമ്പുഴ ബസ് കിട്ടുമെന്നാണ് വിചാരിച്ച്, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ പട്ടാമ്പിക്കാണ് ഇപ്പോൾ ബസ് കയറിയിട്ടുള്ളത്. അധികം തിരക്കും കാര്യങ്ങളൊന്നും ബസ്സിലുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ലോങ് സീറ്റിൽ തന്നെ ഇരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാമല്ലോ പറഞ്ഞിട്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വല്ലപ്പുഴ എത്തിയപ്പോൾ ഒന്ന് നിർത്തിയിട്ട് ബസ് നമ്മൾ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. കിച്ചൂട്ടനൊക്കെ നോക്കുകയായിരുന്നു, ട്രെയിൻ പോണത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പോയി ഞങ്ങൾ പിന്നെയും പോയി. പട്ടാമ്പി പോയി ഇറങ്ങിയതിന് ശേഷം നമ്മൾ വിശപ്പിൻ്റെ വെളി വന്നു. രാവിലെ ഒന്നും കഴിക്കാതെയല്ലേ ഇറങ്ങിയത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കിച്ചൂട്ടൻ വെറും ഉഴുന്നുവട കഴിച്ചോളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വളാഞ്ചേരി എത്തി. ആ ബസ് എടുക്കണില്ല. വളാഞ്ചേരി എത്തിയപ്പോഴും ഉണ്ണിമോൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ പിന്നെ ജ്യൂസ് കുടിച്ചു, അതേപോലെ തേങ്ങാബണ്ണും കഴിച്ചു. KR ബേക്കറിത്തെ നല്ല തേങ്ങാബണ്ണ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ് വന്നിറങ്ങി കാടാമ്പുഴ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയ ഭാഗത്ത് തന്നെ തേങ്ങ വിൽപ്പനക്കാരുണ്ടായിരുന്നു. അവിടുന്ന് തേങ്ങ വാങ്ങിച്ചു മുട്ട ഇറക്കാൻ വേണ്ടിയിട്ട്. ഉണ്ണിമോള് വഴിപാട് കാര്യങ്ങളൊക്കെ ആ കടലാസിൽ എഴുതി ഇത് അമ്പലത്തേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്തോ പ്രത്യേക ഒരു സന്തോഷം. നമ്മൾ അങ്ങനെയാണല്ലോ, ഭഗവാന്റെയും ഭഗവതിയുടെയൊക്കെ മുന്നിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അമ്പലത്തിൽ പോകുമ്പോഴേ അത് കിട്ടുള്ളൂ. അതൊരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ അമ്മ എല്ലാം കഴിഞ്ഞ് നടന്നു വരുന്നുണ്ട്. പിന്നെയാണ് സച്ചൂട്ടനാണ് ഓർമ്മിപ്പിക്കുന്നത് മുണ്ട് കൊടുത്തില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ വേഗം കുട്ടികളെ മുണ്ടൊക്കെ ഉടുപ്പിച്ചു. എന്നിട്ട് അമ്പലത്തേക്ക് തൊഴുകാനായിട്ട് കയറി കേട്ടോ. ഞാൻ കയറി വഴിപാട് ഷീട്ടൊക്കെ കൊടുത്ത് മുട്ടറക്കലൊക്കെ തുടങ്ങാനുള്ള സമയമായപ്പോഴാണ് നമ്മുടെ സച്ചൂട്ടി പറയുന്നത് മുണ്ട് ഉടുപ്പിച്ചിട്ടില്ല അമ്മ ഞങ്ങളേനേന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ അവരെ മുണ്ട് ഉടുപ്പിച്ചു. ഞാൻ കയറുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ പണി നടക്കുന്നത് കാരണം നമുക്ക് 4 പുറം വലം വയ്ക്കാൻ പറ്റില്ല. വരുമ്പോഴാണ് ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞതിൻ്റെ ഉള്ളിലാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചൂട്ടന് ഭയങ്കര ഇഷ്ടമായി. കിച്ചൂട്ടൻ കുറേ നേരം അതിൽ കളിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ നിന്നുള്ളൊരു അമ്പലത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് നിന്നു. നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിത് ബസ് കയറി തിരിച്ചു പോരുകയാണ്. ഭയങ്കര ടയേർഡായിട്ട് അങ്ങോട്ട് പോകുമ്പോഴുള്ള ഫേസ് ഒന്നുമല്ല ഞങ്ങളെ 2 പേരെയും മുഖത്ത് ആകെ ക്ഷീണിച്ച് വലഞ്ഞു പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടികളെടുത്ത ഫോട്ടോ ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.